ഉണ്ട് 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 പല സ്ഥലത്തുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ശ്ലോകം അതാണ്, ഗുരുവിനെ പറ്റി പറയുന്ന ശ്ലോകം 2.34 ആണ്. അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടല്ലോ. അത് 4.34 അല്ലേ? 2 അല്ലേ പറഞ്ഞത്? സോറി 4.34. 4.34 4-ലെ 34-ാമത്തെ ശ്ലോകം ക്ലിയർ ആയിട്ട് ഗുരുവിനെ പറ്റി പറയുന്ന ശ്ലോകം. വേറെ ഏതെങ്കിലും ഉണ്ടോ പ്രഭുജി അങ്ങനെ? ഉണ്ട് 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 പലയിടത്തും പറയുന്നുണ്ട് അത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതാണ് ഡയറക്റ്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ശ്ലോകത്തിലാണ് ഡയറക്റ്റ് ഗുരു എന്ന് പറഞ്ഞിട്ട് തന്നെ ആ ശ്ലോകം വരുന്നത്. അല്ലെ ശ്ലോകം കറക്റ്റായിട്ട് ജ്ഞാനി നാസ്തസ് ദർശന എന്ന് പറയുന്നത് ആത്മീയ ഗുരുവാണ്. മനസ്സിലായി? ഇപ്പൊ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അല്ല ശരിക്കും അതിന്റെ അർത്ഥം നോക്കുമ്പോൾ ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിച്ച് സത്യത്തെ കുറിച്ച് അറിയാൻ ശ്രമിക്കണം, അദ്ദേഹത്തെ സേവിക്കുക, അദ്ദേഹത്തിൽ നിന്ന് വിനയപൂർവ്വം ചോദിച്ചറിയുക. ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരാൾ സത്യം കണ്ടറിഞ്ഞിരിക്കാൻ സത്യം കണ്ടറിഞ്ഞിരിക്കിയാൽ അദ്ദേഹത്തെ ജ്ഞാനോപദേശം ചെയ്യാൻ കഴിവുണ്ട്. ആ വ്യക്തിക്ക് ജ്ഞാനോപദേശം നമുക്ക് കിട്ടുള്ളൂ. അത് നമുക്ക് ശരി. അപ്പൊ നമുക്ക് ഇനി ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രാർത്ഥനയിലേക്ക് കിടക്കാം. ഇന്നിട്ട് ലേറ്റ് ആയി പോയി. ഹരേഷൻ ഞാനൊന്ന് ജനറൽ വെച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു മാതേജ് ക്ലിയർ ആവണില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് ഇൻട്രാക്ഷൻ വെച്ചാണെന്ന്. സോറി ഹരേഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേത് നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭാഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നഷ്ടകേ മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിയത്കൃപതമുഹം വന്ദേ പരമാനന്ദമാധവം ശ്രീ ഗുരുദീനധാരിണം ശ്രീചൈതന്യമീശ്വരം ഓജ്ഞാനതിമിരാന്ധ്യസ്യ ജ്ഞാനാഞ്ജലശലാകയാ ചക്ഷുർമിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യം മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വഭാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംസ ശ്രീരൂപം സാഗരജാതം സഹന രഘുനാഥാനിതം തം സജീവം സാദൈവം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദ സഗണ ലളിതാ ശ്രീ വിശാഖാനിം താംസ ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജലപദേ ഗോപേശ ഗോപിക കന്ദ രാധാകാന്ത നമസ്തുതേ തപ്ത കാഞ്ചന ഗൗരാംഗേ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരൂപേച്ഛ കൃപാസിന്ധ്യവജാപതിനാം ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സാരസ്വദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. പ്രഭാത് की जय, गुरुदेव की जय, अनंत कोटि वैष्णव भक्तर की जय. हरे कृष्ण. നമ്മുടെ 25 മാതാജി പറഞ്ഞത്? 25 തൊട്ടല്ലേ പറഞ്ഞത്? അതെ പ്രഭു, 25 മുതൽ തുടങ്ങണം. 25 മുതൽ അല്ലേ? ഓക്കെ. ആരെ ഗുരുവിനെ പറ്റി ചോദിച്ചില്ലേ? കുറെ ശ്ലോകങ്ങൾ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് വരുമ്പോ മനസ്സിലാവും. പല ശ്ലോകങ്ങളിലും ഗുരുവിനെ പറ്റി പറയുന്നുണ്ട്. ഈ ശ്ലോകത്തിൽ ഞാൻ ജസ്റ്റ് ഇപ്പൊ അധ്യായം കാരണം കൊണ്ട് അതിൽ പറഞ്ഞു. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഗുരുവിനെ പറ്റിയുള്ള പല ശ്ലോകങ്ങളിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വരുന്നുണ്ട്. അത് സാധാരണ രീതിയിൽ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്കുള്ള ചെറിയൊരു നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് അല്ലാതെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിന്റെ കാര്യകാരണങ്ങൾ അറിയാണ്ട് നമ്മൾ തൊടൂല. അത് വളരെ നമ്മളൊരു ക്വാളിറ്റി തന്നെയാണ്, നമ്മളത് നെഗറ്റീവ് അല്ല. അത് നമ്മൾ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വേറെ രീതിയിലാണ് ചിന്തിക്കുക. കാരണം അവരുടെ ചിന്താഗതി വേറെയാണ്. അവര് പിന്നെ അതിന്റെ അപ്പുറം ചിന്തിക്കില്ല. പക്ഷെ നമ്മൾ അതിന്റെ എല്ലാം വിശകലനം ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് പോവുള്ളൂ. അത് പ്ലസ് ആണ്. പിന്നെ നമ്മൾ തിരിയൂല. അത് ആയിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് 100% കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് മാറിയില്ല നമ്മൾ. ഹരേ കൃഷ്ണ. 25-ാമത്തെ ശ്ലോകം. നമ്മൾ അതീന്ദ്രിയജ്ഞാനാണ് നടക്കുന്നത്. അതീന്ദ്രിയജ്ഞാനം എന്ന് തന്നെ പറയുമ്പോൾ നമുക്കറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമുള്ളതാണ്.
അപ്പൊ അത് തന്നെ ആ ലെവലിൽ തന്നെ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ഭൗതിക പഠനവുമായാലും നമ്മൾ ഇന്ദ്രിയം കൊണ്ടല്ല നമ്മൾ പഠിക്കുന്നത്, അതീന്ദ്രിയമായിട്ടുള്ള ലെവലിൽ തന്നെ ആയിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ശ്ലോകം 25. ദൈവമാപരേ യജ്ഞം യോഗിന പരിഭാസതേ ബ്രഹ്മാത്മവരേ യജ്ഞം യജ്ഞോ നൈവ പജൂഹുതി. ചില യോഗികൾ വിവിധ യജ്ഞങ്ങളാൽ ദേവന്മാരെ യഥാവിധി ആരാധിക്കുന്നു. മറ്റു ചില പരബ്രഹ്മ തേജസ്സിൽ യജ്ഞങ്ങളെ അർപ്പിക്കുന്നു. അപ്പൊ അതെന്ന് പറഞ്ഞു നമ്മള് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗികൾ വിവിധ യജ്ഞങ്ങളിൽ ദേവന്മാരെ യഥാവിധം ആരാധിക്കുന്നു. അപ്പൊ ദേവന്മാരെ ആരാധിക്കുന്നത് തെറ്റെന്ന് ഭഗവാൻ ഇവിടെ പറയുന്നില്ല, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ അതിന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇത് മനസ്സിലാവുള്ളൂ. അപ്പൊ തെറ്റെന്നല്ല പറഞ്ഞു, അവരെ ആരാധിക്കുന്നു. മറ്റു ചിലർ പരമ തേജസ്സിൽ യജ്ഞങ്ങളെ അതായത് പരമ തേജസ് എന്നുള്ള രീതിയിൽ ബ്രഹ്മത്തെ ആരാധിക്കുന്നവരുണ്ട്, പരബ്രഹ്മത്തെ ആരാധിക്കുന്നവരുണ്ട്, ദേവന്മാരെ ആരാധിക്കുന്നവരുണ്ട്, അതേപോലെ തന്നെ ഗന്ധർവന്മാരെ ആരാധിക്കുന്നുണ്ട്, രാക്ഷസന്മാരെ ആരാധിക്കുന്നവരുണ്ട്. ആര് വേണമെങ്കിലും ആരാധിക്കും, മനസ്സിലായി? അപ്പൊ അതിന്റെ പ്ലസും മൈനസും അവർക്ക് ലഭിച്ചിരിക്കും. അത്രയുള്ള അതിന്റെ കണ്ടീഷൻ, അല്ലാണ്ട് വേറെ അതിലൊന്നും പറയുന്നില്ല. പക്ഷെ ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ ഒപ്പം ജീവിക്കും. മറ്റുള്ളവരെ ആരാധിച്ച് ദേവന്മാരെ ആരാധിച്ചു കഴിഞ്ഞാൽ ദേവന്മാരെ ലോകത്ത്, രാക്ഷസന്മാരെ ആരാധിച്ചാൽ രാക്ഷസന്മാരെ ലോകത്ത് അവർ ചെന്ന് പിറവിടും. അത് വരുന്ന ശ്ലോകങ്ങളുണ്ട് അത്. അപ്പൊ ഇതിൽ പറയുന്നത് ചില യോഗികൾ അപ്പൊ എല്ലാവരും അപ്പൊ നമുക്ക് അത്ര ഇതുണ്ട്, നമുക്ക് ഫ്രീഡം ഉണ്ട് അവിടെ. അപ്പൊ അങ്ങനത്തെ ഉള്ള യോഗികൾ ഇപ്പൊ ഭക്തന്മാരിൽ ഉയരുന്ന ലെവലിലുള്ളത്, ഭക്തന്മാർക്ക് തന്നെ ഞാൻ പറഞ്ഞില്ലേ പല ലെവലുകളുണ്ട് എന്ന് പറഞ്ഞ പോലെ യോഗികള് അവര് ചിലപ്പോൾ ദേവന്മാരെ ആരാധിക്കുന്നു. മറ്റു ചിലവർ പരമ തേജസ്സിന്റെ യജ്ഞങ്ങളിൽ അർത്ഥിക്കുന്നു. അവർക്ക് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് എങ്ങനെ ചെയ്യാന്നുള്ളത്. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഭഗവാൻ തന്നിട്ടുണ്ട്. അതിന്റെ ഒരു മീനിങ് ഇൻഡയറക്റ്റ് ആയിട്ട്. പക്ഷെ ഇതിന്റെ ഒക്കെ ലക്ഷ്യം എവിടെ ആയിരിക്കണം? ഭഗവാനിലെ ആയിരിക്കണം. ദേവന്മാർക്കുള്ള യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്ന മറ്റു ചിലരുണ്ട്. കൂടാതെ ഭഗവാന്റെ അവ്യക്തഗത ഭാവത്തെ പരമബ്രഹ്മത്തെ യജ്ഞങ്ങൾ കൊണ്ട് ഉപാസിക്കുന്നവരുമുണ്ട്. അങ്ങനെ പല വിഭാഗങ്ങളെ പലതരത്തിലുള്ള യജ്ഞങ്ങളുമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാനെ ആരാധിക്കുന്ന രീതിയിലായിരിക്കില്ല ദേവന്മാരെ ആരാധിക്കുക, ദേവന്മാരെ ആരാധിക്കുന്ന രീതിയിലായിരിക്കില്ല പിതൃക്കളെ ആരാധിക്കുക, പിതൃക്കളെ ആരാധിക്കുന്ന രീതിയിലായിരിക്കില്ല നമ്മളെ രാക്ഷസന്മാരെ അല്ലെങ്കിൽ പിശാചികളെ എല്ലാവർക്കും പലതായിട്ട് രീതികളുണ്ട്. വിഷ്ണു ഭഗവാനെ പ്രീണിപ്പിക്കാനുള്ളതാണ് യജ്ഞങ്ങളെല്ലാം. അൾട്ടിമേറ്റ് ഇതിന്റെ എല്ലാം ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭഗവാന്റെ കൂടെ ആയിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ഇപ്പൊ നമ്മൾ എന്തൊക്കെ ഇപ്പൊ നമ്മൾ ദേവനെ ആരാധിച്ചാലും പിശാചിനെ എന്തായാലും എല്ലാത്തിന്റെ ഔട്ട്പുട്ട് എവിടെന്നാ വരുന്നത്? ഭഗവാന്റെ സാങ്ഷൻ ഇല്ലാണ്ട് ഒരു കാര്യം എല്ലാം അടക്കാനൊന്നുമില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവർക്ക് കൊടുത്താരണം കൊണ്ടാണ് ഇതൊക്കെ കിട്ടുന്നത്. അല്ല, ഇവർക്ക് കിട്ടുന്നത് ഭഗവാനായ ഒരു സാങ്ഷൻ, ഒരു പവർ അവർക്ക് കൊടുക്കണം, മനസ്സിലായേ? അപ്പൊ അത് കാരണം കൊണ്ട് അതിന്റെ നിയമങ്ങൾക്കനുസരിച്ച് അവരത് ചെയ്യുന്ന കാര്യം കൊണ്ട് അവർക്ക് അത് ലഭിക്കുന്നു. ദേവന്മാർക്കുള്ള പൂജകൾ ചെയ്യുമ്പോൾ അവർക്കുള്ള നമ്മളെ ലെവലിൽ തന്നെയാണ് അത് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെ നിന്ന് നമുക്ക് അതിന്റെ പവർ കിട്ടണം. അതെന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെ ഭഗവാനെ പ്രീണിപ്പിക്കാനുള്ളതാണ് യജ്ഞങ്ങൾ. നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതെല്ലാം ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ ആർക്കാണ് കൊടുക്കണം അതിനനുസരിച്ചുള്ള പ്രതിഫലം. ഭഗവാന് കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാന്റെ പ്രീതി വേറെ, ദേവന്മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ദേവന്മാരുടെ പ്രീതി വേറെ. അതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അത് തെറ്റെന്നല്ല ഒരിക്കലും പറഞ്ഞു. അത് തന്നെ പറയേണ്ട ശ്ലോകമാണ്. അത് യഥാവിധി അല്ല എന്ന് മാത്രമേ ഉള്ളൂ, മനസ്സിലായി? അത് കറക്റ്റ് റൂൾ അനുസരിച്ചല്ല, ശരിക്കും ആരാധിക്കേണ്ടത് നേരിട്ട് ഭഗവാനെ തന്നെയാണ്. കൃഷ്ണഭാവത്തിലുള്ള കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിൽ മുഴുകിയിരിക്കുന്ന ഒരാളെ മഹായോഗിയെന്നും ജ്ഞാനിവര്യനെന്നും വിളിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ കാര്യങ്ങളാവുമ്പോൾ അവരെ ആ മഹായോഗിയായി മാറി. കാരണം യോഗി എന്നല്ല പറയുന്നത്, മഹായോഗിയായി മാറി. കാരണം അവർക്ക് ആ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കൃഷ്ണാബോധമുള്ള തങ്ങളുടെ സർവ്വഭൗതിക സത്വം ഭൗതിക പ്രീതിക്ക് വേണ്ടി അർപ്പിക്കുന്നു. മറ്റു ചില ക്ഷണികമായ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി ഇന്ദ്രൻ, സൂര്യൻ മുതലായ ദേവന്മാരെ സ്വന്തം ഭൗതിക സത്തുക്കൾക്കായി യജ്ഞിക്കുന്നു. അതായത് രണ്ട് തരത്തിലും. ഒന്ന്, നമുക്ക് ഭഗവാന്റെ കാര്യത്തിൽ വരുമ്പോൾ എന്താണ്, അവരെ ഭൗതിക സമ്പത്തും എല്ലാതും അവരെന്താണ്, അതാണ് വലിയ വലിയ ആചാര്യന്മാര് ഇതെടുത്ത വ്യക്തികളൊക്കെ, ബ്രഹ്മചാരി എടുക്കുന്ന വ്യക്തികളൊക്കെ നമുക്കറിയാം, അവരെ തന്നെ ഭഗവാനെ അർപ്പിച്ചിരിക്കണല്ലേ. അവർക്ക് പിന്നെ സമ്പത്തിനെ കാര്യമൊന്നല്ല. പക്ഷെ സാധാരണ രീതിയിൽ മറ്റുള്ളവർ ഭൗതികവാദികൾ എന്താ ചെയ്യുക, അവർക്ക് ആ സമ്പത്ത് അവർക്ക് വേണം. നമുക്ക് സമ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ള കാര്യം, നമ്മൾ ദുഃഖം മാറാനാണെങ്കിലും അങ്ങനത്തെ കാര്യത്തിന് നമ്മൾ ദേവന്മാരെ ആരാധിക്കണം. അതാണ് സൂര്യൻ ദേവന്മാരെ നമ്മൾ ആരാധിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും ഒരു ഭക്തൻ എന്ന് പറയുന്നത് എല്ലാം ത്യജിക്കണം. പക്ഷെ ഒരു സാധാരണ രീതിയിലുള്ള നമ്മൾ പറയുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാ. നമ്മൾ അതിലേക്ക് ഉയർന്നിട്ടില്ല, അത്യാവശ്യം ടോപ്പ് ലെവലിലേക്ക് ഉയരാത്തോടത്തോളം കാലം നമ്മൾക്ക് പല ആഗ്രഹങ്ങൾ തീർക്കുന്നതിന് വേണ്ടി നമ്മൾ ദേവന്മാരെ ആരാധിക്കും. അത് തെറ്റല്ല, അതും ശരിക്കും അതൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക്. കാരണം അതും 4 തരം സുഹൃത്തുക്കളിൽ തന്നെയാണ് അവരെ കൂട്ടുന്നത്.
അവ്യക്തിഗതവാദികൾ സ്വന്തം വ്യക്തിഭാവത്തെ ബ്രഹ്മത്തിൽ ലയിപ്പിച്ച് യജ്ഞമാണ് അനുഷ്ഠിക്കുന്നത്. ഇത് രണ്ട് തരം സെക്ഷൻ ഉണ്ട്. ഇതിൽ പറയുന്നത് നമ്മളെ ഭക്തിയിൽ പലതരം വ്യക്തികളുണ്ട്. അപ്പൊ അതിൽ ജനറൽ ആയിട്ട് പറയുമ്പോൾ രണ്ട് തരം എന്നുള്ള പറയുമ്പോൾ ഒന്ന് വ്യക്തിഗത ഭാഗം, ഭഗവാന്റെ രൂപത്തെ ആരാധിക്കുന്നവരുണ്ട്, ഭഗവാന് രൂപമില്ല എന്ന് വിചാരിച്ചിട്ട് അതിനെ ആരാധിക്കുന്നവരുണ്ട്. അതെന്ന് പറഞ്ഞത് അങ്ങനെ രണ്ട് തരം. അപ്പൊ അതിന്റെ രണ്ട് തരം അവരെ പൂജാക്രമങ്ങളും അവരുടെ യജ്ഞങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കും. സർവീശ്വരൻ നിയോഗിച്ച ശക്തമായ ജീവസത്തകളാണ് ദേവന്മാർ. ഈ പ്രപഞ്ചത്തിന് ചൂട്, വെളിച്ചം, വെള്ളം മുതലായി വിതരണം ചെയ്ത് പരിപാലിപ്പിക്കുകയാണ് അവരുടെ കർത്തവ്യം. അപ്പൊ ദേവന്മാരെന്ന് പറഞ്ഞത് ഭഗവാന്റെ അംശങ്ങളാണ്. അവര് അംശങ്ങൾ മാത്രമാണ്. മനസ്സിലായി? ഭഗവാന്റെ അവതാരങ്ങളിലൂടെയല്ല, അവര് അംശങ്ങളാണ്. അംശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ അവരെ, അതിനർത്ഥം നമ്മള് അവരായിട്ട് തുല്യല്ല, നമ്മൾ അംശമല്ല അവര് അംശമല്ല, അപ്പൊ അവർ നമ്മൾ രണ്ടുപേരും തുല്യ അല്ല. അതാണ് അതിന്റെ പോയിന്റ്. നമ്മൾ അതിന് ആ പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മളേലും അവരെ ലെവല് കൂടുതലായിരിക്കും. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആത്മീയമായിട്ടുള്ള ലെവല് നമ്മൾ അത്രയും കുറവാണ്. നമ്മൾ ആത്മീയമായിട്ട് ലെവല് കൂടുകയാണെന്ന് വെച്ചാൽ നമുക്ക് ദേവന്മാരെ തുല്യമായിട്ട് നമുക്ക് തീരാൻ, നമുക്ക് ദേവന്മാരെ നമ്മളും തുല്യരാകും. അത് പോയിന്റാണ് അത് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ദേവന്മാരെ ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ളത്. അതായത് ചൂട്, വെളിച്ചം, വെള്ളം, അതൊരു നിയമമാണ്. ആ നിയമത്തിന് ഇവിടെ നമ്മുടെ നാട്ടില് അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ പല വ്യക്തികളുണ്ട്. അവർക്ക് ഡ്യൂട്ടീസ് ചെയ്യണം. ആരെ നിയമിക്കുന്നത്? പ്രധാനമന്ത്രി അല്ലെ. ഇൻഡയറക്റ്റ് ആയിട്ട് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നു പോണത് എന്ന് പറഞ്ഞു പോരുന്നത്. പരമസത്യത്തിന്റെ അതീന്ദ്രിയമായ സ്വഭാവത്തെ കുറിച്ച് തത്വജ്ഞാനപരമ ഊഹാഭാവങ്ങൾ ഏർപ്പെട്ട് സമയം പാഴാക്കുകയാണ്. അപ്പൊ ചില വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ സാധാരണ ഇതിൽ പല വ്യക്തികളും കാണാം. ഇപ്പൊ ഞാൻ ഭഗവത്ഗീത പഠിക്കാൻ വരുന്നത് എന്താണെന്ന് അറിയാൻ പറ്റുക ജ്ഞാനം. അപ്പൊ അതൊക്കെ പഠിച്ചിട്ട് നമ്മൾ വെറുതെ നമുക്ക് അതുകൊണ്ട് ഒരു ഔട്ട്പുട്ട് ഇല്ലല്ലോ. നമ്മളിപ്പോ അത് ഇപ്പൊ ഒരു കാര്യം അറിഞ്ഞിട്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ എനിക്ക് അതിന് അവിടെ സമയം പാഴാക്കലെന്ന് പറയുന്നത്. നമ്മൾ അറിഞ്ഞാൽ പോരാ, മറ്റേ അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യണം. അന്നേരം നമുക്ക് അതിന്റെ ഗുണം. അല്ലെങ്കിൽ നമ്മൾ വെറുതെ സമയം പാഴാക്കലാണ്. അപ്പൊ അത് ഈവൻ ജ്ഞാനികളെ പറ്റി തന്നെ ഭഗവാൻ അതാണ് പറഞ്ഞത്. കാരണം അത്രയും സമയം പാഴാക്കിയിട്ട് ലാസ്റ്റ് അവർക്ക് മനസ്സിലാവാ എനിക്ക് ആ ലെവലുണ്ട്. അതാണ് ബഹുനാം ജന്മനാമന്റെ ജ്ഞാനവാൻമാൻ പ്രവൃത്തി വാസുദേവൻ സർവമന്തി സമാഹാത്മ സുദുർലഭ എന്ന് പറഞ്ഞത് ജ്ഞാനികൾക്ക് തന്നെ എത്ര ജന്മങ്ങൾ എടുത്തിട്ട് വേണം ഭഗവാൻ അറിയാം. അപ്പൊ ജ്ഞാനികൾ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഉദ്ദേശിച്ച ജ്ഞാനല്ല. ജ്ഞാനികൾ എന്ന് പറയുന്നത് ഭഗവാൻ എന്താണെന്നും പരമാത്മാവ് എന്താണെന്നും മനസ്സിലാക്കുന്ന വ്യക്തികളാണ്. ആ തലത്തിലേക്ക് ഉയരുമ്പോഴാണ് ജ്ഞാനികൾ എന്ന് പറയുന്നത്. അവർക്ക് ലാസ്റ്റ് മനസ്സിലാവുന്നത് ഭഗവാനാണ് അൾട്ടിമേറ്റ് എന്ന്. അതേവരെ അവര് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഒക്കെ സമയം പാഴാക്കണം. അവർക്ക് ജന്മങ്ങൾ തന്നെ പിടിക്കുന്നു വരും. അർജുനൻ എല്ലാ ഭൗതിക സമ്പത്തും സർവവും തന്നെയും കൃഷ്ണന് വേണ്ടി സമർപ്പിക്കുന്നു. ഉത്തമ യോഗിയാണ് അദ്ദേഹം. അതേസമയം സ്വവ്യക്തിത്വം നഷ്ടപ്പെടുന്നുമില്ല. അപ്പൊ അത് അർജുനന്റെ ഒരു ഉദാഹരണം എടുക്കണം. എങ്ങനെയാണ് ഒരു ഭക്തൻ എങ്ങനെ ആവണ്ടെന്നാണ് ഇതിൽ കൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു ഭക്തൻ എന്ന് പറയുമ്പോ എല്ലാതും ഉപേക്ഷിക്കണം, അതല്ലേ? സർവസ്വം ഉപേക്ഷിച്ച് എല്ലാതും ഭഗവാന് വേണ്ടി അത് സമർപ്പിക്കുന്നു. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അടുത്ത ശ്ലോകം 26ാമത്തെ ശ്ലോകം. ശ്രോതാദീനിന്ദ്രിയാണ്യന്യ സമയാഗ്നിഷു ജുഹതി ശബ്ദാദീൻ വിഷയാന്യന്യ ഇന്ദ്രിയജ്ഞേഷു ജുഹതി. ചില കറകളഞ്ഞ ബ്രഹ്മചാരികൾ ആത്മസംയനമാകുന്ന അഗ്നിയിൽ ശ്രവണ പ്രക്രിയയും ഇന്ദ്രിയങ്ങളെയും ഹോമിക്കുന്നു. മറ്റു ചിലർ ആത്മനിയന്ത്രണം കൈവരിച്ച് ഗൃഹസ്ഥർ ഇന്ദ്രിയ വിഷയത്തെ ഇന്ദ്രിയമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞത് കുറച്ചും കൂടെ നമുക്ക് ഇന്റേണലായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ബ്രഹ്മചാരികളെ പറ്റിയും അതേപോലെ ഗൃഹസ്ഥരെ പറ്റിയും പറയുന്നത്. അപ്പൊ നമുക്ക് പറയാം ഗൃഹസ്ഥർക്കും ആത്മസാക്ഷാത്കാരം ലഭിക്കും. അപ്പൊ അവിടെ ഞാൻ പറയില്ല ഗൃഹസ്ഥർക്ക് ലഭിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ പറഞ്ഞില്ല, നമുക്ക് അതിനുള്ള സമയമില്ല, നമ്മൾ ശ്രമിക്കുന്നില്ല, അവർക്ക് സമയം കിട്ടില്ല. നമുക്ക് ഗൃഹസ്ഥരെ സംബന്ധിച്ച് നമ്മുടെ ലാസ്റ്റ് പ്രയോറിറ്റിയാണ് ഭഗവാന്റെ കാര്യം. ബാക്കി ഇഷ്ടത്തിന് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷെ ഒരു ബ്രഹ്മചാരികളെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് അല്ല ഫസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കും ഭഗവാന്റെ കാര്യം. അത് കാരണം കൊണ്ടാണ് ഗൃഹസ്ഥർക്ക് അത് കിട്ടാനും ബുദ്ധിമുട്ട്. അതിനത് പറയുന്നത്. അപ്പൊ അതിന് പറഞ്ഞാൽ ചില ബ്രഹ്മചാരികൾ എന്ന് പറഞ്ഞാൽ ആത്മസംയമന അഗ്നിയിൽ ശ്രവണ പ്രക്രിയകളെയും ഇന്ദ്രിയങ്ങളെയും ഹോമിക്കുന്നു. അപ്പൊ അവരെന്താണ്? അവരെല്ലാതും ശ്രവണ പ്രക്രിയകളായാലും ഇന്ദ്രിയങ്ങളായാലും എല്ലാതും ഭഗവാനിൽ ഹോമിച്ചു കഴിഞ്ഞു. പിന്നെ ആത്മനിയന്ത്രണം കൈവരിച്ച ഗൃഹസ്ഥർ എന്ന് പറയുമ്പോൾ ആത്മനിയന്ത്രണം കൈവരിച്ച ഗൃഹസ്ഥരെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ സാധാരണ നമ്മളെ പോലുള്ള സാധാരണ വ്യക്തികളെ പറ്റിയല്ല ആത്മനിയന്ത്രണം. അതായത് ശരിക്കും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച വ്യക്തികൾക്ക് ഭഗവാൻ ആ ഇന്ദ്രിയമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്ന പറയുന്നത്. കാരണം
അഗ്നി എന്ന് പറയുന്നത് നമ്മളെ പാപ പുണ്യ പ്രശ്നങ്ങളൊക്കെയാണ്. ഇതിനെല്ലാതും ഹോമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യത്തിന് ഒട്ടും ഇമ്പോർട്ടൻസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ ഉയരുക. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇന്ദ്രിയത്തിന്റെ ഇഷ്ടങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ വേണ്ടാന്ന് വെക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയണം. അതിന് ഹോമിക്കുക എന്ന് പറയുന്നത്. പക്ഷെ മറ്റവരെന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ മുകളിലാണ്. അവര് ശ്രവണ പ്രക്രിയകളും ഇന്ദ്രിയങ്ങളും അവരും അൾട്ടിമേറ്റ് മോചിപ്പിക്കും. അവർ ഇൻഡയറക്റ്റ് ആയിട്ട് ഇവർ രണ്ടുപേരും ഒന്നായിട്ട് വരും. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ബ്രഹ്മചാരികളും ആ ഗൃഹസ്ഥർ അവിടെ നിയന്ത്രണം കൈവരിച്ച ഗൃഹസ്ഥർ. അതാണ് അതിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിൽ പറഞ്ഞ ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥർ, സന്യാസി തികഞ്ഞ യോഗികളോ അതീന്ദ്രിയ ആത്മാക്കളോ ആകേണ്ടവരാണ്. മനുഷ്യ ജീവിതം മൃഗങ്ങൾക്ക് എന്ന പോലെ ഇന്ദ്രിയ സുഖ ലാഭത്തിന് വേണ്ടിയുള്ളതല്ല. അപ്പൊ നമുക്കറിയാം സാധാരണ രീതിയിൽ നമ്മളെ ചതുർ ആശ്രമങ്ങളിൽ പറയുമ്പോ ബ്രഹ്മചാരിയുണ്ട്, ഗൃഹസ്ഥുണ്ട്, വാനപ്രസ്ഥുണ്ട്, സന്യാസുണ്ട്. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബേസിക് കൺസെപ്റ്റ് ആണ്. കാരണം അതിന് പറഞ്ഞാൽ നമ്മൾ എത്രയോ പെട്ടെന്ന് ആത്മീയ വിദ്യാഭ്യാസം എത്രയോ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ അത് നേടിയിരിക്കണം. കാരണം എന്നാലേ നമുക്ക് ഏജ്ഡ് ആവുമ്പോൾ ഗൃഹസ്ഥത്തിൽ കടക്കുമ്പോൾ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയും. നമുക്ക് അതറിയില്ല എന്ന് വെച്ചാൽ കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. വാനപ്രസ്ഥാകുമ്പോൾ നമ്മൾ ഈ ഗൃഹസ്ഥം വിടണം. ഗൃഹസ്ഥം വിടുന്ന് പറഞ്ഞാൽ ഭൗതികത നമ്മൾ വിടണം. അതാണ് വാനപ്രസ്ഥത്തിന്റെ ഉദ്ദേശം. ഗൃഹസ്ഥം വിട്ടിട്ട് നമ്മൾ സന്യാസത്തിലേക്ക് കടക്കണം. സന്യാസത്തിലേക്ക് ആയിട്ടില്ല. അതാണ് വാനപ്രസ്ഥം. ആ സമയം ആവുമ്പോൾ നമ്മൾ വാനപ്രസ്ഥത്തിലാവുമ്പോഴേക്കും നമ്മള് ഗൃഹസ്ഥത്തിന്റെ ആ ഡ്യൂട്ടീസ് നമ്മൾ പതുക്കെ ക്ലോസ് ചെയ്തിട്ട് ആത്മീയത്തിലേക്ക് നമ്മൾ ഉയരണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സന്യാസത്തിലാവുമ്പോൾ അതെല്ലാതും പരിത്യജിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരും. അപ്പോഴാണ് നമ്മൾ ആ ലെവലിലേക്ക്. അതാണ് നമ്മൾ സാധാരണ ഒരു ജീവിതക്രമം. ഒരു 100 വയസ്സായിട്ട് എടുക്കണമെങ്കിൽ നമ്മൾ 25 ബ്രഹ്മചാരി ബ്രഹ്മചാരി, പിന്നെ 25 ഗൃഹസ്ഥൻ, 25 വാനപ്രസ്ഥൻ, അതിൽ 50 വയസ്സ് കഴിഞ്ഞ് അറ്റ്ലീസ്റ്റ് എങ്കിലും നമ്മൾ കുറച്ചെങ്കിലും ആത്മീയതയിലേക്ക് നമ്മൾ കടക്കണം. അത് നമ്മൾ ഇനീഷ്യലായിട്ട് എത്രയെങ്കിലും സ്റ്റെപ്പ് സന്യാസം നമുക്ക് ലാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കില്ല. നടക്കെന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത് ചെയ്യാൻ വേണ്ടി. കാരണം അത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഏജ്ഡ് ആകുമ്പോൾ നമുക്ക് ഓർമ്മിക്കാനും ഭഗവാന്റെ നാമം ജപിക്കാൻ തന്നെ നമുക്ക് കറക്റ്റായിട്ട് പറയുന്നു വരില്ല. അപ്പൊ അതിനു വേണ്ടി പിന്നെ പല ജന്മങ്ങൾ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അപ്പൊ അത് കാരണം കൊണ്ടാണ് നമ്മൾ എത്രയോ പെട്ടെന്ന്, അതിന്റെ അർത്ഥം എനിക്ക് ഏജ്ഡ് ആയാലോ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നല്ല. നമ്മളത് ചെയ്യണം. നമുക്ക് എപ്പോഴാ ചാൻസ് കിട്ടിയെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ വിടരുത്, അതിലേക്ക് മുന്നോട്ട് പോകണം. അതിന് പറഞ്ഞത് മനുഷ്യ ജീവിതം മൃഗങ്ങൾ എന്ന പോലെ ഇന്ദ്രിയ സുഖ ലാഭത്തിന് വേണ്ടിയുള്ളതല്ല. നമുക്ക് അത്ര 84 ലക്ഷത്തിൽ അത്രയും വർഷങ്ങൾക്ക് ശേഷം, എത്ര ലക്ഷം ജന്മങ്ങൾക്ക് ശേഷമാണ് നമുക്കൊരു മനുഷ്യ ജന്മം കിട്ടുന്നത്. അത് സാധാരണ മൃഗങ്ങളെ പോലെ നമുക്ക് തീർക്കാനുള്ളതല്ല എന്നാ പറയുന്നത്. ആത്മീയ ജീവിതത്തിൽ പൂർണ്ണത കൈവരിക്കാൻ വേണ്ടി സംവിധാനം ചെയ്തിട്ടുള്ളതാണ്. അതായത് ബ്രഹ്മചാരികൾ, അതായത് ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ശരിക്കും അത് പൂർണ്ണത കൈവരിക്കാനുള്ളതാണെന്നുള്ളതാണ്. നമ്മൾ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞത് തന്നെ നമ്മൾ എന്താണ്, നമ്മൾക്കത് പൂർണ്ണതയിലേക്ക് നമ്മൾ കടക്കാണ് അല്ലേ. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞത് എന്താ, ഭൗതിക ജീവിതം ആത്മീയ ജീവിതം തമ്മിലുള്ള വ്യത്യാസം എന്താ? ഭൗതിക ജീവിതം എന്ന് പറഞ്ഞത് നമ്മൾ ഈ ലോകത്ത്, ഭൗതിക ലോകത്തിൽ നമ്മൾ പെട്ടുകഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ആത്മീയത എന്ന് പറഞ്ഞത് നമ്മളെ പരിപൂർണതായ അവസ്ഥ, അതിലേക്ക് നമ്മൾ കടക്കണം. അതാണ് ചെയ്യേണ്ടത്. ശുദ്ധ ബ്രഹ്മചാരി ഹരിനാമ കീർത്തനം അഥവാ ഭഗവത് നാമാശ്രമ കീർത്തനങ്ങളിൽ ശ്രദ്ധ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. പ്രാബല്യങ്ങളായ ശബ്ദബീജികളിൽ നിന്ന് അയാൾ ഒഴിഞ്ഞു മാറുകയും ഹരേ കൃഷ്ണ എന്ന അതീന്ദ്ര സ്തംഭനങ്ങളിൽ മനസ്സുറപ്പിക്കുകയും ചെയ്യും. അപ്പൊ എന്ത് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശുദ്ധ ബ്രഹ്മചാരി, ഒരു ഭക്തനെ പറ്റിയാ പറയണത്. ഭക്തൻ ഏത് സമയത്തും എന്താണ്, ഭഗവാന്റെ കീർത്തനങ്ങൾ. അത് നമുക്കറിയാം 3 കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ഭക്തിയില്: ശ്രവണ, കീർത്തന, സ്മരണ. നവവിധ ഭക്തികളുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ശ്രവണ, സ്മരണ, കീർത്തന. ഈ 3 കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ 3 കാര്യങ്ങളും എപ്പോഴും ഒരു ബ്രഹ്മചാരി 3 കാര്യങ്ങളിൽ എപ്പോഴും കണ്ടിന്യൂസ് 24 മണിക്കൂറും അതിലായിരിക്കും. അതാ പറയണം. അതാണ് അതിൽ പറയുന്നത്. പിന്നെ ഗൃഹസ്ഥൻ ഇന്ദ്രിയ ഭോഗങ്ങൾ അല്പമൊക്കെ ആകാമെങ്കിലും അവ നിയന്ത്രണ വിധേയമായി മാത്രം അനുഭവിക്കുന്നു. നിയന്ത്രണമായ ലൈംഗിക ജീവിതത്തിന് അനുയോജ്യമാണ് മാർഗമാണ് വിവാഹം. അപ്പൊ നമുക്ക് വിവാഹം കഴിക്കണതിന് അതിനെ തെറ്റുന്നല്ല പറഞ്ഞത്. പക്ഷെ എല്ലാത്തിനും അതിന്റെ ഒരു കൺട്രോൾ വേണം. അതാണ് ഗൃഹസ്ഥന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞത്. ഇന്ദ്രിയ ഭോഗങ്ങൾക്കൊക്കെ ചെറിയ കൺട്രോളോട് ജീവിച്ച് അതീന്ദ്രിയ അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അതീന്ദ്രിയ ജ്ഞാനം നമ്മൾ ലഭിക്കണം. അതിലേക്ക് പതുക്കെ നമ്മൾ മുന്നോട്ട് പോകണം. അടുത്ത ശ്ലോകം.
സർവാണിന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമയോഗജ്ഞോ ജുഹതി ജ്ഞാനദീപതേ. ആത്മസാക്ഷാത്കാരം നേടുന്നതിൽ തൽപരായ മറ്റു ചിലവർ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രണത്തിലൂടെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രാണപ്രവർത്തനങ്ങളെയും നിയന്ത്രിതമായ മനസ്സാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. അപ്പൊ ഇതൊക്കെ പല ലെവലുള്ള നമുക്ക് മനസ്സിലായി. ഇപ്പൊ യോഗികളുണ്ട്, ഗൃഹസ്ഥരുണ്ട്, അവർക്കും പല രീതിയിൽ ബ്രഹ്മചാരികളുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് പലവർക്കും പല ലെവലായിരിക്കും. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഇത് പലവർക്കും പല രീതിയിൽ. എന്തായാലും അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്ത് എത്താന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പല രീതിയിൽ പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ചില വ്യക്തികളെ പറ്റി പറയുന്നത് അതിന് തൽപരായ മറ്റു ചിലവർ അവരെന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ നിയന്ത്രിച്ച് അല്ലാതെ. അപ്പൊ എല്ലാത്തിനും ബേസിക് എന്ന് പറഞ്ഞത് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കണം. അതാണ് നമ്മൾ അത് പ്രത്യേകിച്ച് ഗൃഹസ്ഥരുടെ കാര്യത്തിൽ നമ്മൾ മനസ്സിനെ ഇന്ദ്രിയങ്ങളെ നമ്മൾ നിയന്ത്രിച്ച് പോകണം. അത് ഇവൻ പ്രാണപ്രവർത്തനം. അപ്പൊ നമുക്കറിയാം വലിയ വലിയ യോഗീശ്വരന്മാരൊക്കെ പ്രാണങ്ങൾ അഷ്ടാംഗ യോഗമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. അപ്പൊ അങ്ങനെ അതേ ലെവലിലേക്ക് ചെയ്യുന്ന വ്യക്തികളും ഉണ്ട്. അതേ ലെവലിലേക്ക് നമുക്ക് ഉയരം. അതാണ് പറഞ്ഞാൽ അവിടെ എല്ലാ പ്രവർത്തനങ്ങളും അഗ്നിയിൽ ഹോമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്കത് അതിന്റെ ആവശ്യമില്ല. നമ്മൊരു ആവശ്യം കളയാത്ത ഉപയോഗിക്കുന്ന സാധനം നമുക്ക് കത്തിച്ചു കളയെന്ന് പറയില്ല. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അതാണ് നമ്മൾ മുഴുവൻ കത്തിച്ചു കളയുന്നത്. നമ്മളെ പ്രാണപ്രവർത്തനങ്ങളെ നമ്മളെ ഇന്ദ്രിയങ്ങളെ മനസ്സിനൊന്നും നമുക്ക് ആവശ്യമില്ല. അതാണ് അതിന്റെ മീനിങ്. അല്ലാണ്ട് അഗ്നിയിൽ നമ്മൾ ഇന്ന് നമുക്ക് മനസ്സിനിട്ട് അഗ്നിന് ഹോമിക്കാനും നമുക്കൊന്നും പറ്റില്ല. നമുക്കറിയാലോ. അപ്പൊ അതല്ല ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഞാൻ വേണ്ടാന്ന് വെക്കണം. അതാണ് നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതില് ശ്ലോകത്തിലുണ്ടോ നോട്ടെ. ആശുപത്രികളും വൃദ്ധമന്ദിരങ്ങളും ദരിദ്രർക്ക് സൗജന്യ ചികിത്സ, വിദ്യാഭ്യാസം, ആഹാരം തുടങ്ങിയ നൽകുന്നതിനുള്ള ഇത്തരത്തിലുള്ള ധർമ്മസ്ഥാപനങ്ങളും മറ്റു രാജ്യങ്ങളിലുമുണ്ട്. ഈ പ്രവർത്തനങ്ങളെല്ലാം ദ്രവ്യയജ്ഞം എന്ന് പറയപ്പെടുന്നു. അപ്പൊ ഇതിൽ പറയുന്നുണ്ട്, നമ്മൾ പിന്നീട് അധ്യായങ്ങളിൽ വരുന്നുണ്ട്, ഒരു ഭക്തനാവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം. നമുക്ക് പല കാര്യങ്ങൾക്കും ഭക്തനാവാൻ ആഗ്രഹിക്കണില്ല, നമുക്ക് ഭഗവാനെ സേവിക്കാനൊന്നും പറ്റണില്ല, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലാത്ത വ്യക്തികൾക്ക് ഭഗവാൻ പറഞ്ഞു തരുന്ന ശ്ലോകങ്ങളുണ്ട്. അതിലൊരു ശ്ലോകമാണിത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് അങ്ങനത്തെ വ്യക്തികൾ അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളും ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ അത് തെറ്റല്ല എന്നാണ്. ഇപ്പൊ ചെറിയ വൃദ്ധമന്ദിരങ്ങൾക്കോ ദരിദ്രത്വക്കോ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് ഏറ്റവും താഴ്ന്ന ലെവലിൽ നിന്ന് മാത്രം. അതിന് വ്യക്തി പല ജന്മങ്ങൾ കൊണ്ട് മുന്നിലേക്ക് വരാം. മനസ്സിലായി. അപ്പൊ അതാണ് പറഞ്ഞത് ഇങ്ങനെ ചെയ്യുന്ന അതിനെ ദ്രവ്യയജ്ഞം തന്നെയാണെന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് മനസ്സിലായി. അതും ഒരു ആരാധന രീതി തന്നെയാണ്. ഭഗവാനെ ആരാധിക്കുന്ന ഒരു രീതി തന്നെയാണ് അത്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇത് ചെയ്തുകൊണ്ട് എനിക്ക് ആ ലക്ഷ്യപ്രാപ്തി എനിക്ക് ലഭിക്കില്ല, പക്ഷെ നമ്മ പതുക്കെ പതുക്കെ നമുക്ക് ഉയരാൻ കഴിയും. അത് ലാസ്റ്റ് ലെവലാണ്. അത് ഭഗവതിയിൽ വരുന്നുണ്ട്, ആ ശ്ലോകങ്ങളൊക്കെ വരുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ കർശന നിബന്ധനകൾക്കനുസരിച്ച് ജീവിക്കാമെന്ന് ശപഥം ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ജീവിത സുഖം ഉപേക്ഷിക്കുന്നതാണ് തപോയജ്ഞം. പല യജ്ഞങ്ങളെ പറ്റി പറഞ്ഞാണ് ഇതില്. അപ്പൊ ഇതിൽ പറഞ്ഞത് ഒന്ന് ദ്രവ്യയജ്ഞമായി, ഒന്ന് തപോയജ്ഞമായി. തപോയജ്ഞം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മള് എന്തും നമ്മള് ചെയ്യാന്ന് ഉറപ്പിച്ച കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞില്ല, ഇന്നിട്ട് ഞാൻ ഇത്ര ജപം ചെയ്യാം, അത് തപോയജ്ഞാണ്. നമ്മൾ ഉറപ്പിച്ചത്, ദൃഢ നിശ്ചയം ചെയ്ത്. അതാണ് തപസ് എന്ന് പറഞ്ഞതല്ല, അത് ദൃഢ നിശ്ചയമാണ്. അതാണ് പറഞ്ഞത് തപോയജ്ഞം. മറ്റൊന്നാണ് ദ്രവ്യയജ്ഞം. അതിൽ കൂടി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സ്വയം നിരപേക്ഷ നിലയിൽ ലയിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള യോഗനിഷ്ഠയോ പ്രത്യേക സിദ്ധികളോ ായുള്ള ഹഠയോഗം, അഷ്ടാംഗയോഗം എന്നിവയിൽ ഏർപ്പെടും. ചിലർ തീർത്ഥയാത്രകൾ നടത്തുന്നു. ഭൗതിക ലോകത്തിൽ പൂർണ്ണ നേടാൻ ചെയ്യുന്ന ഇവയെല്ലാം യോഗയജ്ഞങ്ങളാണ്. ഈ യോഗയജ്ഞത്തിനെ പറയണം. അപ്പൊ യോഗയജ്ഞം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമുക്കറിയാം, പലതരം യോഗയുണ്ട്. ഹഠയോഗം, അഷ്ടാംഗയോഗം, ഇങ്ങനത്തുള്ള യോഗ കാര്യങ്ങളുണ്ട്. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഉന്നതിയിലേക്ക് കടക്കാം. അപ്പൊ ഇത് ഉന്നതിയിൽ കടക്കാമെന്ന് പറഞ്ഞത് നമുക്ക് വീണ്ടും അതിന്റെ സ്റ്റെപ്പുകൾ ഉണ്ട്. നമ്മൾ ഇനീഷ്യൽ ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ടുള്ളൂ. വീണ്ടും പല സ്റ്റെപ്പുകൾ നമുക്ക് കടക്കണം. അപ്പൊ ദ്രവ്യയജ്ഞം ചെയ്താലും തപോയജ്ഞം ചെയ്താലും യോഗയജ്ഞത്തിൽ തീർത്ഥാടനവും യോഗയജ്ഞത്തിൽ തന്നെയാണ് പറഞ്ഞത്. പല നമുക്കറിയാം, പല അമ്പലങ്ങള് അങ്ങനത്തെ ഇതിലൊക്കെ നമ്മൾ പോണതൊക്കെ ശരിക്കും പറഞ്ഞ് യോഗയജ്ഞം, അതും അതിന്റെ ഒരു പാർട്ടാണ്. അത് തെറ്റെന്നല്ല ഒരിക്കലും പറയില്ല. ചിലർ പറയണ്ട അമ്പലത്തിൽ അതൊരു ബിസിനസ്, അത് വേറെ ലെവൽ. നമ്മൾ ആ ലെവലിലേക്കാണ് ചിന്തിക്കുന്നത്. അത് നമുക്ക് ശരിക്കും തീർത്ഥാടനങ്ങൾ നമ്മൾ ചെയ്യണം എന്നാണ് പറയുന്നത്. അതിനാണ് യോഗയജ്ഞങ്ങൾ. അവിടെ ചെല്ലുമ്പോൾ എന്താണ്, അവിടെ ഭക്തരെ കാണുന്നു. വലിയ വലിയ ഭക്തന്മാർ വന്നിട്ടുള്ള സ്ഥലമാണ്. അതിന്റെ കുറെ പ്രത്യേകതകളുണ്ട്. അവിടെ നിൽക്കുമ്പോൾ അതിന്റെ ഗുണങ്ങൾ, പിന്നെ പോസിറ്റീവ് എനർജി, അതൊക്കെ വേറെ ലെവല്. അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ പറയുമ്പോൾ അതിന് യോഗയജ്ഞങ്ങൾ എന്നാണ് പറയുന്നത്. പിന്നെ വൈദിക സാഹിത്യം, വിശേഷിച്ച് ഉപനിഷത്തുകൾ, വേദാന്ത സൂത്രങ്ങൾ, സാങ്ക്യ ദർശനം എന്നിവ വായിച്ച് പഠിക്കുന്നവരായിട്ട് ഇനിയും ചിലരുണ്ട്. ഇവരെ ഞാനൊരു ശ്ലോകം മാറി, എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഓക്കെ, സോറി. അതിനകത്ത് എനിക്ക് സംസാരിച്ച് വന്നപ്പോഴാണ്. ഓക്കെ, അത് 28ാമത്തെ ഇവര് ടൈപ്പ് ചെയ്തപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി.
ഓക്കെ, ഇത് ശ്ലോകം പലതരം യജ്ഞങ്ങളെ പറ്റിയാണ്. 28ാമത്തെ ശ്ലോകം അത് സ്ലൈഡിൽ വന്ന മിസ്റ്റേക്കാണ്, അതുകൊണ്ടോട്ട് മാറിപ്പോയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഇതിന്റെ മീനിങ് ഒക്കെ 28ാമത്തെ ശ്ലോകമാണ്. അപ്പൊ ആ ശ്ലോകം ഞാൻ അതൊന്ന് വായിക്കാം, അതുകൊണ്ട് 27ലേക്ക് കടക്കാം. ദ്രവ്യ യജ്ഞോ സ്തപോ യജ്ഞോ യോഗ യജ്ഞ സ്തപാവരെ സ്വാതി യജ്ഞ യജ്ഞസ്ത യഥയ സവിസ്ത്രാവൃത. ആ ശ്ലോകത്തിന്റെ ഞാൻ പറഞ്ഞത്, കാരണം ഇതിൽ പറഞ്ഞപ്പോ ദ്രവ്യയജ്ഞം ഉണ്ട്, അതേപോലെ തന്നെ ഇതിന്റെ മീനിങ് 28ാമത്തിന്റെ മീനിങ് പറഞ്ഞത് സ്വയം പ്രതിജ്ഞാബദ്ധരായി ചില തങ്ങൾക്കുള്ളതെല്ലാം ത്യജിച്ച് ബോധിതരാകുന്നു, മറ്റു ചിലവർ കഠിനമായ തപസ്യകൾ അനുഷ്ഠിച്ച് അഷ്ടാംഗയോഗ പരിശീലനത്തിനാലും അതീന്ദ്രമായ ജ്ഞാന പുരോഗതിക്കുള്ള വേദജ്ഞാനത്തിനാലും ഈ അവസ്ഥ കൈവരിക്കുന്നു. അപ്പൊ പലതരമായിട്ടുള്ള യജ്ഞങ്ങളെ പറ്റിയാണ് 28ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ആ ശ്ലോകത്തിൽ പറയുന്നത് ഫസ്റ്റ് പറഞ്ഞ ദ്രവ്യയജ്ഞം, പിന്നെ പറഞ്ഞ തപോയജ്ഞം, പിന്നെ യോഗയജ്ഞം, പിന്നെ സ്വാധ്യായം, അങ്ങനെ 3-4 സെക്ഷൻ പറയുന്നുണ്ട്. അതിൽ പറഞ്ഞ ദ്രവ്യയജ്ഞം എന്ന് പറയുന്നത് സാധാരണ നമുക്കറിയാം, വൃദ്ധമന്ദിരങ്ങൾ, ആസ്പത്രികൾ, ദരിദ്രർക്കുള്ള സൗജന്യ ചികിത്സ, ഇതൊക്കെ എന്ന് പറയുന്നത് ദ്രവ്യയജ്ഞത്തിൽ പെടുന്നത്. അതും ഒരു യജ്ഞം തന്നെയാണ്. അത് നമ്മൾ എപ്പോഴും ആലോചിക്കണം, അത് നല്ല കാര്യം തന്നെയാണ്, ഭഗവാനെ തന്നെ പ്രകീർത്തിക്കുന്ന കാര്യങ്ങൾ തന്നെയാണത്. കർക്കശ നിർബന്ധങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ശപഥം ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ജീവിത സൗകര്യം ഉപേക്ഷിക്കുക. അപ്പൊ നമ്മള് പല ജീവിത സുഖ സൗകര്യം ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ വരുന്നു. നമുക്കിപ്പോ നമ്മൾ പറയുന്നത് ജപം ചെയ്യണം, അത് നമുക്ക് ആ സമയത്ത് വേറെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. അപ്പൊ അങ്ങനത്തെ അതൊരു തപോയജ്ഞാണ്. അതിന് ഇവിടെ തപോയജ്ഞം, നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ് തപോയജ്ഞം എന്ന് പറയുന്നത്. പിന്നെ അടുത്തതും പറഞ്ഞത് ഹഠയോഗം, അഷ്ടാംഗയോഗം, ഇതിലൊക്കെ ചെയ്യുന്ന വ്യക്തികൾ, അതിന് യോഗയജ്ഞം എന്നാ പറയുന്നത്. പിന്നെ അടുത്തത് പറഞ്ഞത് ഭൗതിക ലോകത്തിൽ പൂർണ്ണ നേടാൻ ചിലർ നെക്സ്റ്റ് പുണ്യയാത്രകൾ, തീർത്ഥയാത്രകൾ ചെയ്യുന്നുണ്ട്, അതിനൊക്കെ യോഗയജ്ഞങ്ങൾ എന്ന് പറയും. പിന്നെ പറയുന്ന അടുത്തത് നമ്മൾ ഉപനിഷത്തുകൾ, വേദാന്ത സൂത്രങ്ങൾ, സാങ്ക്യദർശനങ്ങൾ, ഇതൊക്കെ പഠിക്കുന്ന വ്യക്തികളുണ്ട്, അവരെ സാധ്യയജ്ഞം എന്നാണ് പറയുന്നത്. അതും സാധ്യയജ്ഞമാണ്, ഭഗവാനെ തന്നെയാണ്. ഇതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ഭഗവാനായിട്ട് ലിങ്ക് ആയിട്ട് വരുന്നത്. അപ്പൊ അതിന് പല പേരുകൾ എന്ന് മാത്രമേ. ഒന്ന് ദ്രവ്യയജ്ഞം എന്ന് പറയുമ്പോൾ ദരിദ്രന്മാർക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്ക്, മറ്റവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തപോയജ്ഞം, അതേപോലെ തന്നെ യോഗയജ്ഞം, പിന്നെ സാധ്യയം, അങ്ങനെ 4 സെക്ഷൻ ഉണ്ട്. ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പറയുന്നത് നേരിട്ടുള്ള ഭഗവത് സേവനമായതുകൊണ്ട് ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് കൃഷ്ണാവബോധം. മുൻ പറഞ്ഞ യജ്ഞങ്ങൾ കൊണ്ട് സിദ്ധിക്കാത്തവല്ലാതെ ഈ അവസ്ഥ കൃഷ്ണന്റെ ഭക്തന്റെ കാര്യം കൊണ്ട് മാത്രമേ ലഭിക്കൂ. അതുകൊണ്ട് കൃഷ്ണാവബോധം ദിവ്യമാണ്. അപ്പൊ ഇത്രയും യജ്ഞങ്ങൾ കൊണ്ട് ലഭിക്കാവുന്നതിന്റെ അപ്പുറത്താണ് കൃഷ്ണാവബോധം എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം ഇത് ശരിയല്ല എന്നല്ല അർത്ഥം. കൃഷ്ണാവബോധത്തിൽ കൂടി നമുക്ക് ഇതെല്ലാതും ലഭിക്കും, ഇതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അതാണ് പറഞ്ഞത്, 4 സുഹൃത്തുക്കളെ കൂട്ടത്തിലും അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാവണം ഭക്തിയുടെ ഏറ്റവും താഴ്ന്ന ലെവലിൽ ചിന്തിക്കുന്ന ലെവലാണ്. നമ്മൾ പറയും നമുക്ക് ഭഗവാൻ പ്രാർത്ഥിക്കാനും നമുക്ക് അങ്ങനത്തെ ഇഷ്ടമില്ല, അങ്ങനത്തെ കാര്യം നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട് ആ ശ്ലോകങ്ങളൊക്കെ, നിങ്ങൾ ഇതെങ്കിലും ചെയ്യും. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇതെങ്കിലും ചെയ്യും. അതിൽ പറയുന്നുണ്ട് ഫസ്റ്റ് നിങ്ങൾക്ക് ഇതേപോലെ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ ലളിതമായിട്ട് ജീവിക്കാൻ ശ്രമിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇതും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് ലളിതമായിട്ട് ജീവിക്കുക. അങ്ങനെ ഓരോ സ്റ്റെപ്പുകളായിട്ട് പറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അതാണ് അതിന്റെ ശ്ലോകം. 28ാമത്തെ മാറിപ്പോയത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും. 28ാമത്തെ ശ്ലോകം അത് 27 പോയി. അത് എനിക്ക് തോന്നി, അത് വായിച്ചു വന്നപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നിയത്, സോറി. അപ്പൊ അത് 27ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താ? സർവാണിന്ദ്രിയാണി കർമാണി പ്രാണകർമാണി ചാപരെ ആത്മസംയന യോഗന്നോ ജുഹതി ജ്ഞാന ദീപതേ. ആത്മസാക്ഷാത്കാരം നേടുന്നതിൽ തൽപരായ മറ്റു ചിലർ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രണത്തിലൂടെ എല്ലാ ഇന്ദ്രിയ പ്രവർത്തനയും പ്രാണപ്രവർത്തനയും നിയന്ത്രിതമായ മനസ്സാകുന്ന അഗ്നിയിൽ ഹോപിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ അത്ര അത് കൂടുതൽ ചിന്തിക്കേണ്ട, കാരണം പല വ്യക്തികളും പല രീതിയിലാണ് ആത്മസമർപ്പണം ചെയ്യുന്നത്. അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ പറഞ്ഞ യോഗികളെ പറ്റിയാണ് മെയിൻ ആയിട്ട് അതിൽ പറയുന്നത്. അപ്പൊ യോഗം ചെയ്യുന്ന വ്യക്തികൾ അവർ കൂടുതൽ എന്താ ചെയ്യുക? അതിന് പറഞ്ഞത് ശ്വാസോച്ഛ്വാസം നിയന്ത്രണത്തിലാക്കാനുള്ള യോഗ പ്രക്രിയ പ്രാണായാമം എന്നറിയപ്പെടും. നമുക്കറിയാം, പ്രാണായാമം എന്നാണ് സാധാരണ അതിനെപ്പറ്റി പറയാം. ആത്മസാക്ഷാത്കാരത്തിന്റെ പുരോഗതി വേണ്ടിയും ഇന്ദ്രിയ സമയത്തിന് 2 മിനിറ്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞോട്ടെ ഈ ശ്ലോകം പറഞ്ഞൊന്ന് ക്ലോസ് ചെയ്യണം. ഇന്ദ്രിയ സംയമനത്തിനും വേണ്ടിയാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യണം. ഈ യോഗ, ഈ ശ്വാസോച്ഛ്വാസ നിയന്ത്രണം ഒക്കെ ചെയ്യുന്നത് എന്തിനാ? ഒരു യോഗാഭ്യാസം ചെയ്യുന്നത്. അതിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ദ്രിയത്തിനെ നിയന്ത്രിക്കാന്ന് തന്നെയാണ്. ഇന്ദ്രിയത്തിനെ നിയന്ത്രിച്ചാലോ നമുക്ക് അടുത്ത ലോകത്ത്, അതായത് ആത്മീയ ലോകത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇതിനൊക്കെ ബേസ് അതാണ്. ഇതിനു വേണ്ടിയാണ് ഈ യോഗാഭ്യാസമൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അല്ലാതെ നമ്മളെ എക്സസൈസ് എന്നുള്ള രീതി, എക്സസൈസ് ചെയ്ത് കിട്ടും, നമുക്ക് ഫിസിക്കൽ ആയിട്ടുള്ള ഫിറ്റ്നസ് കിട്ടും, അതല്ല അതിന്റെ ഉദ്ദേശം അതിന്റെ അപ്പുറത്താണ്. പക്ഷെ അതിന്റെ ഒരു ബൈ പ്രൊഡക്ട്സ് പോലെ നമുക്ക് ഇതെല്ലാം കിട്ടും.
കുംഭക യോഗം പരിശീലിപ്പിച്ച് ആത്മസാക്ഷാൽ പൂർണ്ണതയ്ക്ക് ജീവിത ദൈർഘ്യം കൂട്ടാൻ സാധിക്കും. അത് ലോകത്തിന് പലതരം യോഗാഭ്യാസങ്ങളിൽ ഒരെണ്ണാണ് അത് കുംഭക യോഗം എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ജീവിതദൈർഘ്യം കൂട്ടാൻ പറ്റും. അപ്പൊ കൂടുതൽ സമയം കിട്ടും പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടി. അതാണ് ബുദ്ധിമാനായ ഒരു യോഗി അടുത്ത ജന്മത്തിൽ കാത്തിരിക്കാതെ ഈ ജന്മത്തിൽ തന്നെ പൂർണ്ണത കൈവരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഒരു യോഗിനെ സംബന്ധിച്ച് ആ യോഗി ഒരിക്കലും പിന്നൊരു ജന്മം എനിക്ക് കിട്ടുമല്ല. ഇപ്പൊ സാധാരണ നമ്മൾ സാധാരണ രീതിയിൽ നമ്മളെല്ലാ ഭാഷക്കാരും പറയും, കാരണം കുഴപ്പമില്ല അടുത്ത ജന്മത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടെന്ന് പറയും എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ശരിക്കും അത് പൂർണ്ണത ലഭിക്കാൻ ആഗ്രഹിച്ച വ്യക്തികൾ ഈ ജന്മത്തിൽ തന്നെ അത് ശ്രമിക്കും. കൃഷ്ണബോധം വന്ന ഒരാൾക്കാട്ടെ എപ്പോഴും അതീന്ദ്രിയമായ ഭഗവത് സ്ഥാനത്ത് മുഴുകിയിരിക്കലെ സ്വാഭാവികത്തിന് ഇന്ദ്രിയ നിയന്ത്രണം സാധ്യമാകുന്നു. ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് കൃഷ്ണബോധം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എപ്പോഴും ഭഗവാന്റെ കാര്യങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. കീർത്തനങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് സ്വാഭാവികമായിട്ട് നിയന്ത്രണം കിട്ടും. അതിനുവേണ്ടി നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ ഇന്ദ്രിയങ്ങൾ ഓട്ടോമാറ്റിക് കൺട്രോൾ ആയി മാറും. അതാണ് അതിന്റെ പ്രത്യേകത. അതാണ് നമ്മൾ ഭഗവത് സേവനം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് നമ്മൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടതായ ആവശ്യമില്ല. എല്ലായ്പ്പോഴും കൃഷ്ണന്റെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അയാൾ ഇന്ദ്രിയങ്ങൾക്ക് മറ്റു കർമ്മങ്ങളിൽ നിന്ന് ചെന്ന് പെടാറില്ല. അതുകൊണ്ട് ജീവിതാവസാനത്ത് കൃഷ്ണന്റെ അതീന്ദ്രിയതലത്തിൽ സ്വാഭാവികമായി അയാൾ എത്തിച്ചേരും. ആ നിലയ്ക്ക് തന്റെ ഈ ലോകദ്വീപം ആ ഭക്തന് ശ്രമിക്കുകയുമില്ല. അപ്പൊ ഇതിൽ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ വ്യക്തിക്ക് ശരിക്കും അറിയാൻ പറ്റും. അത് കാരണം കൊണ്ട് ആ വ്യക്തി അങ്ങനത്തെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ പോവാറില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ആ ഭക്തിയിലേക്ക് തന്നെ ഉയരും. കൃഷ്ണബോധനായ വ്യക്തി എപ്പോഴും ആ ബോധത്തിൽ തന്നെ നിലകൊള്ളുന്നു. അതുകൊണ്ട് പതനത്തിന് പ്രശ്നമില്ല. അവസാനമായ അജീർണമായ ഭഗവത് സന്നിധിയിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പൊ കൃഷ്ണഭക്തൻ എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ദൃഢനിശ്ചയം എടുത്തു കഴിഞ്ഞാൽ കുറെ കാലം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നമുക്ക് പോരാൻ കഴിയില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിന്റെ ലെവൽ അപ്പിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുള്ളൂ. താഴത്തേക്ക് നമ്മൾ വീഴില്ല. ലാസ്റ്റ് നമ്മൾ ഭഗവത് സന്നിധി പോവുകയും ചെയ്യും എന്നാണ് പറയുന്നത്. 2-3 ശ്ലോകം എടുക്കാൻ പറ്റുള്ളൂ. സോറി ഹരേഷ്, കുറച്ച് ഡിസ്കഷനിൽ പോയി നമ്മള്. അപ്പൊ ഇതാണ് നമ്മളിപ്പോ പറഞ്ഞില്ല, നമ്മൾ കുറച്ചൊന്ന് പോയി കഴിഞ്ഞാൽ നമ്മളെ ടൈമും അത്ര സ്പീഡിൽ പോകും. അപ്പൊ ഹരേഷ്ണ ഇനി എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പൊ അടുത്ത ക്ലാസ് തൊട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഹരേഷ്ണ സ്റ്റോപ്പ് ചെയ്യട്ടെ എന്നാ. ഹരേഷ്ണ പഞ്ചകൽപതരൂപച്ച കൃപാസന്ധ്യാവച്ച പതിനാം ഭാവനേഭ്യ വൈഷ്ണവേഭ്യ നമ. ആനന്ദകോടി വൈഷ്ണവ ഭക്തർക്ക് ജയ്, പ്രഭാതിക്ക് ജയ്, ഗുരുദേവ്ക്ക് ജയ്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഹരേ കൃഷ്ണ, പ്രണാമം.